പത്മാവതി മുമ്പ് താമസിച്ചിരുന്നത് ഇവിടെയാണെന്ന് തോന്നുന്നു. വീട് കിടക്കുന്നത് കണ്ടാലറിയാം. ആ ഋതികയ്ക്ക് പിശക് പറ്റിയതാ. എങ്കിലും ഈ വീട് വെച്ച് തന്നെ ഉഗ്രൻ ഒരു പ്ലാൻ തയ്യാറാക്കാം. ഒരു നമ്പർ 1 കെണി. ഇത് അവരുടെ വീടാണെന്ന് അറിയിക്കാൻ തൽക്കാലം ഒരു ഫോട്ടോ മതി. ഇത് മതി. പക്ഷേ ഇതിനൊരു പ്രിന്റ് എടുക്കണമല്ലോ. സമയം കളയണ്ട, ഇപ്പൊ തന്നെ പോവാം. ഇയാളെന്താ ഫോൺ കട്ട് ചെയ്തേ? ഇതാരാ? പരിചയമില്ലാത്ത നമ്പറാണല്ലോ. ഹലോ ഹലോ, എഡ്യൂക്കേഷൻ മിനിസ്റ്റർ പ്രതാപ് വർമ്മ സാറല്ലേ? അതെ, നിങ്ങളാരാ സംസാരിക്കുന്നത്? ഞാൻ സാറിന്റെ പൊളിറ്റിക്സിൽ വിശ്വസിക്കുന്ന ഒരാളാ. അങ്ങയുടെ ഒരു വെൽവിഷർ. സീരിയസ് ആയ ഒരു കാര്യം പറയാനാ ഞാൻ സാറിനെ വിളിച്ചത്. സീരിയസ് മാറ്ററോ? എന്താ അത്? സാറിന്റെ മകൾ ഋതിക ഈയിടെയായി ഓഫീസ് കാര്യങ്ങളിൽ ഒന്നും ശ്രദ്ധിക്കാതെ അവരുടെ അമ്മ പത്മാവതിയെ തിരഞ്ഞുള്ള യാത്രയിലാണ്. പത്മാവതി അമ്മ പൂജപ്പുരയിൽ ചെങ്കള്ളൂർ ക്ഷേത്രത്തിന്റെ പരിസര പ്രദേശത്ത് വൈദേഹി എന്ന വീട്ടിലാ താമസിക്കുന്നത്. അവരമ്മയും മകളും ഇന്ന് കണ്ടുമുട്ടും. നിങ്ങൾ ആരാണ്? ഞാൻ പറഞ്ഞല്ലോ സാറേ, ഞാൻ നിങ്ങളുടെ ഒരു അഭ്യുദയകാംക്ഷിയാണെന്ന്. നിങ്ങളുടെയും നിങ്ങളുടെ മകളുടെയും നന്മയെ കരുതി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഹലോ ഹലോ ഹലോ, സാന്ദ്ര, താങ്ക് യു. എന്തിനാ മാഡം എന്നോട് താങ്ക്സ് പറയുന്നേ? എന്റെ ഒപ്പം വന്നതിന്. ഇതിന്റെ ഡ്യൂട്ടി അല്ലേ മാഡം? അമ്മയെ എങ്ങനെയും കണ്ടെത്തണം. അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങിയാണല്ലോ രാജുവിനെ കല്യാണം കഴിച്ചത്. രാജുവിനെ കൊണ്ട് എന്നെ കല്യാണം കഴിപ്പിക്കാൻ അമ്മ മുൻകൈ എടുത്തത് എന്തിനാ? അമ്മയാണല്ലോ. അമ്മേ, നീ എവിടെയാടാ? ഞാൻ പുറത്തുണ്ടമ്മേ. പുറത്ത് എവിടെയാണെന്നാ ചോദിച്ചേ? അമ്മേ, ഞാനൊരു ഓപ്പറേഷന്റെ ഭാഗമായിട്ട് പുറത്തുണ്ട്. വന്നിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓപ്പറേഷനോ? ആർക്ക്? ഓ, സർജറി ഒന്നും അല്ല. പറഞ്ഞേക്കാം, അല്ലെങ്കിൽ പിന്നെ സ്വസ്ഥത തരത്തില്ല. അമ്മേ, അമ്മയ്ക്കൊരു സന്തോഷമുള്ള കാര്യം ഞാൻ ചെയ്യാൻ പോകുന്നത്. ഓർക്കാപ്പുറത്ത് വീണ് കിട്ടിയ ഒരു ഉഗ്രം പാര. അമ്മ കേട്ടോ?
എങ്ങനെ ഉണ്ടമ്മേ എന്റെ പ്ലാനിങ്? ഇപ്പൊ എന്നെ കുറിച്ച് എന്ത് തോന്നുന്നു? ജീവിതത്തിൽ ആദ്യമായിട്ട് എനിക്ക് നിന്നോടൊരു മതിപ്പ് തോന്നുവാ. നിന്നെ കുറിച്ച് ഓർത്തേ എനിക്കിപ്പോ അഭിമാനം തോന്നുവാ. മിടുക്കൻ. ഞാനൊരു സിംഹാണെന്ന് ഇപ്പൊ അമ്മയ്ക്ക് മനസ്സിലായോ? നീയേ സിംഹമല്ല. അയ്യേ, സിംഹത്തിന് എന്തിനു കൊള്ളാടാ? ആൺ സിംഹം എപ്പോഴും ഉറക്കത്തില. നീയേ കടുവയാ. ഉഗ്രനൊരു വെള്ള കടുവ. എടാ, അപ്പോ എന്നെ വിവരം അറിയിക്കണം കേട്ടോ. ശരി അമ്മേ. അങ്ങനെ അച്ഛനും മകളും ഇന്ന് നേരിൽ കണ്ട് തമ്മിൽ തല്ലും. എന്നേക്കുമായി അവർ പിരിയും. എന്റെ ആഗ്രഹം നീ ഇന്നെങ്കിലും നടത്തി തന്നല്ലോ എന്റെ ഭഗവാനെ.